രാവിലെ മുതൽ ആരംഭിച്ച UP ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി നാടകങ്ങൾ അവസാനിച്ചിരിക്കുകയാണ്. അവസാനം വരുമ്പോൾ 5 നാടകങ്ങൾ ആണ് ഹയർ സെക്കൻഡറിയിലെത്തിയത്. UP 3, ഹൈസ്കൂള് 4, ഹയർ സെക്കൻഡറി 5. ഹയർ സെക്കൻഡറി എപ്പോഴും കുറച്ചുകൂടി തിരക്കുള്ള കുട്ടികളാണെങ്കിലും 5 നാടകത്തിന് വേണ്ടിയുള്ള സമയം കണ്ടെത്തിയിരുന്നതിന് പ്രത്യേക ഒരു കൺഗ്രാറ്റ്സ് ഉണ്ട്. UPയിലാണ് സാധാരണ 5-8 നാടകങ്ങളൊക്കെ നമ്മൾ ജഡ്ജ്മെന്റ് വരാറ്. ഹയർ സെക്കൻഡറി 3-ാമത്തിലൊക്കെയാണ് പലപ്പോഴും സംഭവിക്കുക. എന്തായാലും എല്ലാ നാടകത്തിലും മൊത്തത്തില് ഷെജു അധികാരി നേരത്തെ പറഞ്ഞ പോലെ ഗേൾസ് എന്ന് പറയുന്നത് അതിശക്തമായിട്ടുള്ള അഭിനയ സാധ്യതകളാണ് നമുക്ക് സമർപ്പിച്ചിരിക്കുന്നത്. അവരുടെ അഭിനയം ഗംഭീരമാക്കുമ്പോൾ അതിനൊപ്പം കോമ്പറ്റ് ചെയ്ത് അഭിനയിക്കാൻ നമ്മുടെ പ്രിയ സുഹൃത്തുക്കൾ ബോയ്സ് തയ്യാറാവണം. അത് കണ്ട് നമ്മൾ ഇഞ്ച് പുറകോട്ട് പോലെ വേണ്ടേ ഫൈറ്റ് ചെയ്ത് അതിഗംഭീരമാക്കാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തണം. എല്ലാവർക്കും സ്റ്റേജ് എന്ന് പറയുന്നത് ടോട്ടൽ ആക്ടിംഗ് ആണ്. ഏതെങ്കിലും കുറച്ച് പേര് ഗംഭീരമായി കുറച്ച് പേര് വീക്കായാൽ ചിലപ്പോൾ നാടകത്തിന്റെ ടോട്ടൽ ഔട്ട്പുട്ട് മൊത്തം കൂടുതൽ കുറയും. അതാണ് ഒരു പ്രശ്നം. കട്ട് ചെയ്ത് ഷോർട്ട് എടുത്ത് ചെയ്യുന്ന സിനിമയും തമ്മിലുള്ള വ്യത്യാസമാണ്. ഇത് കട്ടറിന്റെ ടോട്ടലാണ്. ടോട്ടൽ ആസ്വാദനം, ടോട്ടൽ പെർഫോമൻസ് ആണ്. എഡിറ്ററില്ല. അപ്പോൾ നമ്മൾ ഒപ്പത്തിനൊപ്പം ഓഫ് സ്റ്റേജിലും ഓൺ സ്റ്റേജിലും വളരെ ജാഗ്രതയോടുകൂടി നിന്ന് ഫിൽ ചെയ്യാൻ പറ്റും. പ്രോപ്പർട്ടി കൊണ്ടുവരാൻ വൈകുന്ന ഒരു നിമിഷം 2 നിമിഷം വൈകിയ ഒരു പ്ലേയുടെ ടോട്ടൽ എനർജി ചോർന്നു പോകും. അപ്പൊ അതൊരു കൈയടക്കം എന്ന് പറയുന്നത് സംവിധായകരും ടീമും തമ്മിൽ ഗംഭീരമായ റിലേഷനുകൾ വേണം. അതിങ്ങനെ കൊണ്ടുപോകാൻ പുറത്തുന്ന പോലെ തന്നെയാണ്. അപ്പോൾ പല പ്ലേകളിൽ പ്രോബ്ലം തോന്നിയത് പ്രോപ്പർട്ടികളുടെ സ്ഥൂലത അത് കൈകാര്യം ചെയ്യുമ്പോൾ ഈസി ആവാൻ പറ്റാതെ നടികന്മാർ വിഷമിക്കുന്ന പോലെ കാണുന്നു. ചിൽഡ്രൻസ് തിയേറ്ററിൽ നമ്മൾ എപ്പോഴും പറയുന്നത് സ്പേസ് ധാരാളം കൊടുത്തുകൊണ്ട് അവരുടെ അഭിനയ സാധ്യതയുടെ ആ സ്പേസ് ആണ് വികസിപ്പിക്കുന്നത്. സെറ്റിന്റെ സ്പേസ് അടച്ചിട്ട് അവരുടെ അഭിനയ സാധ്യതയുടെ സ്പേസ് കുറയ്ക്കരുത് എന്നതാണ് പ്രാഥമികമായ ഒരു നിർദ്ദേശം. സജസ്റ്റീവ് സെറ്റ് വെച്ചുകൊണ്ട് ഭയങ്കര ആർട്ടിസ്റ്റിക് ആയിട്ട് ഗംഭീരമായിട്ട് ചെയ്യാൻ പറ്റും. കൈകാര്യം ചെയ്യുന്ന മാൻ ഹാൻഡിൽ ചെയ്യുന്ന പ്രോപ്പർട്ടികൾ മനോഹരമായിട്ട് ചെയ്യാൻ പറ്റും. മാസ്കിങ് വരരുത്. ഒരു സൈഡ് പ്രോപ്പർട്ടി വയ്ക്കുമ്പോൾ അപ്പുറത്തെ സൈഡ് പുറകിലിരിക്കുന്ന മാസ്ക് ചെയ്യുമ്പോൾ ഓഡിയൻസ് ഫീൽ നിന്ന് റിവേഴ്സിൽ ഒന്ന് പരിശോധിക്കണം. അപ്പോൾ ആ പ്രോപ്പർട്ടിയിൽ കൂടെ സ്ഥൂലമായിരിക്കുമ്പോൾ പുറകിലിരിക്കുന്ന ആൾ ചിലപ്പോൾ മാസ്കായി പോകുന്നത്. അപ്പൊ എല്ലാ ഘടകങ്ങളും ശ്രദ്ധിച്ചിട്ടാണ് ഇതിന്റെ കോമ്പോസിഷൻ വരെ. സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് നാടക വിമർശനത്തിന്റെ ആയുധമാണ്. വിമർശനമില്ലെങ്കിൽ നാടകമില്ല. സാമൂഹിക വിമർശനം, സമകാലിക വിഷയം, അതിനെ ജാഗ്രതയിൽ ജനങ്ങളെ കൊണ്ടുവരാനുള്ള അറ്റംപ്റ്റ് വരുന്ന സ്ക്രിപ്റ്റിനാണ് നാടകത്തെ പ്രസക്തി. ബാക്കി നമുക്ക് ആ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും കണ്ടംപററി നമ്മൾ ജീവിക്കുന്ന ഇന്ത്യ, കേരളം, ഇതിന്റെ ഒരു ഇമേജറി, അതിന്റെ ഒരു പ്രസക്തമായ കാര്യങ്ങളിലേക്ക് നമ്മൾ ഒന്നുകൂടി കണ്ണു തുറപ്പിക്കുന്ന രീതിയിൽ വരുന്ന അറ്റംപ്റ്റ്സ്, അതിൽ എല്ലാം സ്വാഭാവികവും ഗംഭീരവും ആയിരിക്കും. അതിലൊരു ശ്രമം എന്നുള്ളത് നാടകത്തിന്റെ ആക്ടിന്റെ മൈൻഡിന്റെ സ്പീക്കിന്റെ ഒക്കെ അതാണ് വിമർശനമായിരുന്നത്. ബാക്കി കലകളിൽ അത് ഉണ്ടാവണമെന്നില്ല. കാർട്ടൂണുണ്ടാവും, പെയിന്റിംഗ് ഉണ്ടാവും, കൂടുതൽ പറയുന്നില്ല. എല്ലാം കല തന്നെയാണ്. പക്ഷെ വിമർശനമുള്ള കല, അതിൽ ഏറ്റവും സംഘക്രിയയുള്ള അരമണിക്കൂർ നീണ്ടു നിൽക്കുന്ന സംസ്ഥാന സ്കൂൾ കലോത്സവം യൂണിവേഴ്സിറ്റിയിലെ ഏറ്റവും ദൈർഘ്യമേറിയ മത്സരമുള്ളൊരു ഐറ്റമാണ് ഈ നാടകം. അതുകൊണ്ട് തന്നെ എക്സ്പെൻസ് കൂടും. 2 മാസത്തെ റിഹേഴ്സൽ വേണ്ടി 2 ആഴ്ചയോളം അതിന് സ്കിറ്റ് ചെയ്യുന്നതിന് നാടകം ചിലപ്പോൾ 2 മാസം വേണ്ടി. അതാണ് ഭയങ്കര ഹാർഡ് വർക്ക് വേണ്ട. തീർച്ചയായിട്ടും ഇന്നത്തെ അവതരണങ്ങളിൽ നമുക്ക് അഭിമാനിക്കാവുന്ന കാലത്തുണ്ടായിരുന്നു, ഉച്ചയ്ക്ക് ശേഷം ഉണ്ടായിരുന്നു. ഇതിലും 2-3 പ്ലേകൾ നമുക്ക് നമ്മുടെ ഹാർട്ടിൽ തൊടുന്ന രീതിയിൽ വന്നിട്ടുണ്ട്. 3-4 പ്ലേകളുണ്ട്. ഞാൻ അതുകൊണ്ട് തന്നെ കൂടുതൽ വിശദീകരിക്കുന്നില്ല. ഇനിയും വർക്ക് ചെയ്യാം. നമ്മൾ സ്റ്റേറ്റ്
നിലവാരം മുന്നിൽ കണ്ടു വേണം ഇവിടുന്ന് ജില്ലയിൽ പോകുന്നതിലാണ്. ജില്ലയിൽ എന്തെങ്കിലും കാണിച്ചു കിട്ടുന്നതല്ല. സ്റ്റേറ്റിൽ നമ്മൾ കോമ്പറ്റ് ചെയ്യാനായിട്ട് എന്തൊക്കെ കറക്ഷൻസ് ഇതിൽ ചെയ്യണം, മൈന്യൂട്ടായിട്ട് റിയാക്ഷൻ മുതൽ എല്ലാ കാര്യങ്ങളും എങ്ങനെ ഒത്തുമണി ചെയ്ത് കൃത്യമെടുപ്പാക്കണം എന്നതിനെ കുറിച്ച് വേണം ടീം വിൻ ചെയ്യുന്നത് സെലക്ട് ചെയ്യുന്ന ടീം ആലോചിക്കാൻ. ജില്ലയിലും നമുക്ക് 5-6 നാളുകൾ നന്നായിട്ട് പോകാൻ പറ്റും. തൃശ്ശൂർ ജില്ല സ്റ്റേറ്റില് വിന്നർ ജില്ല കൂടിയാണ് പലപ്പോഴും നാളുകളുള്ളത്. കണ്ണൂരും കാസർഗോഡും ഒക്കെ വരുമ്പോൾ ഒപ്പത്തിന് നമുക്ക് പിടിക്കാൻ വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യണം. അതനുസരിച്ച് പാടുന്നത് എ ഗ്രേഡ് ആദ്യം പറയാം. ചെസ് നമ്പർ 1 എ ഗ്രേഡ് ആണ്. ചെസ് നമ്പർ 2 എ ഗ്രേഡ് ആണ്. ചെസ് നമ്പർ 5 പിന്നെ കളിച്ച ഓർഡറാണ് പറയുന്നത് ബി ഗ്രേഡ് ആണ്. കുറച്ചുകൂടി അവര് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. സ്ക്രിപ്റ്റും കാര്യങ്ങളൊന്നും ഓർക്കപ്പെട്ടിട്ടില്ല. ചെസ് നമ്പർ 3 എ ഗ്രേഡ് ആണ്. ചെസ് നമ്പർ 4 എ ഗ്രേഡ്. അപ്പോൾ ഒരു ബി ഗ്രേഡ് വരാൻ കാരണം നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഒരുപാട് സീൻ ചേഞ്ചില് ലാംഗ്വേജ് ഡയറക്ടർ ഇല്ലായ്മ തോന്നി. അതുകൊണ്ട് മികച്ച നടി ആദ്യം പറയാം. കോഡ് നമ്പർ 3 ഹിറ്റ്ലർ ആയ മികച്ച നടി. കോഡ് നമ്പർ 3 ഹിറ്റ്ലർ ആയ അഭിനയിച്ച വിദ്യാർത്ഥി. ഈ വിദ്യാർത്ഥിനി അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചില നടനും കൂടി പറയാം. മികച്ച നടൻ കോഡ് നമ്പർ 1 പോലീസ് ഓഫീസർ, മെയിൻ സെൻട്രൽ പോലീസ് ഓഫീസർ, ശ്രദ്ധിക്കണം. അതില് കോൺസ്റ്റബിൾ ഉണ്ട്. എല്ലാവരും പക്ഷേ അതിലൊന്നൊക്കെ ക്യാരക്ടേഴ്സ് കുറച്ച് ഇതാണ്. ഈ മികച്ച നടൻ നടിയായിട്ട് നിൽക്കുന്ന നാടകം അതിന് മറ്റു പല ഘടകങ്ങളാലാണ് ഇത് ടോട്ടൽ ചിലപ്പോ വരാതെ പോകുന്നത്. അതുകൊണ്ട് ഈ പറഞ്ഞ നിങ്ങൾക്ക് അറിയാം അതിനകത്ത് ചില കഥാപാത്രങ്ങൾ ഒപ്പത്തിനൊപ്പം വരാതെ പോകുന്നത്. അതുകൊണ്ട് തന്നെ അപ്പൊ ഈ രണ്ടെണ്ണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജില്ലയിലേക്ക് സെലക്ട് ചെയ്യുന്ന പ്ലേയുടെ പ്രത്യേകതകൾ അത് സ്ത്രീ ശാക്തീകരണവുമായിട്ട് ബന്ധപ്പെട്ട സമകാലിക ഇന്ത്യൻ അവസ്ഥയെ കുറിച്ച് നമ്മളെ കൂടുതൽ ജാഗ്രതത്തിലേക്ക് കൊണ്ടുവരുന്ന സ്ത്രീ പീഡനങ്ങൾ മാത്രമല്ല അതിനെതിരെ പോരാടണം തീർച്ചയായിട്ടും അതില് 1-2 നമുക്ക് അതിലെ അമ്മച്ചി മികച്ച നടി ഹിറ്റ്ലറായെങ്കിലും തൊട്ടടുത്ത് വരുന്നത് അമ്മച്ചി ഒട്ടും മോശമല്ല. അതിലെ ടീം വർക്ക് എല്ലാവരും ഈക്വലായിട്ടാണ്. പക്ഷെ ഹിറ്റ്ലർ കുറച്ച് നടിയെന്നുള്ള രീതിയിൽ ജില്ലയിലേക്ക് പോകാൻ മലപ്പാട് ജില്ലയിൽ